2016 ജൂലൈ 7 ഡൽഹിയിലെ ദ്വാരകയിലെ ഒരു ഫ്ളാറ്റിൽ അടഞ്ഞുകിടന്ന ബാത്റൂമിൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ മരിച്ചു കിടക്കുകയായിരുന്നു. ഇത്രയും വർഷങ്ങൾ ഭൂതങ്ങളോട് യാതൊരു ഭയവും വച്ചു പുലർത്താത്ത മനുഷ്യന്റെ മരണം ഒരു ദുരൂഹതയായി മാറി. ഇന്ത്യയിലെ ഫേമസ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററുടെ പേരാണ് ഗൗരവ് തിവാരി. അദ്ദേഹം പ്രേതകഥകളുമായി ബന്ധപ്പെട്ട് യാതൊരു അന്ധവിശ്വാസത്തിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം സയൻസിലും ലോജിക്കിലുമാണ് വിശ്വസിച്ചിരുന്നത്. 1000-ലധികം ഹോണ്ടഡ് കേസുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം പറഞ്ഞിരുന്നത് ഭയത്തേക്കാൾ ഭയാനകം മനുഷ്യന്റെ മനസ്സും ചിന്തകളുമാണെന്നാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹോണ്ടഡ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകും മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ദുരൂഹമരണവും സംഭവിച്ചിരുന്നു. രാത്രി ഏകദേശം 1-1:30 ഗൗരവ് വീട്ടിൽ മടങ്ങിയെത്തി. എല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും ആ രാത്രി മുഴുവൻ അദ്ദേഹം ആകെ അസ്വസ്ഥനായിരുന്നു. രാവിലെ പതിവ് പോലെ അദ്ദേഹം ബാത്റൂമിലേക്ക് പോയി. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ വെളിയിൽ കണ്ടില്ല. അതിനിടെ തറയിൽ എന്തോ വീഴുന്ന ശക്തമായ ശബ്ദവും കതകിൽ എന്തോ തട്ടുന്ന ഒച്ചയും കേട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ അതത്ര കാര്യമാക്കിയില്ല. നേരം ഏറെ കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഭാര്യ വാതിൽ മുട്ടി അദ്ദേഹത്തെ വിളിച്ചു നോക്കി. എന്നാൽ ഉള്ളിൽ നിന്നും മറുപടി ഒന്നും വന്നില്ല. ഒരുപാട് തവണ വിളിച്ചതിന് ശേഷം പിൻവശത്ത് ജനൽ തുറന്ന് ബാത്റൂമിനുള്ളിലേക്ക് നോക്കിയ ഭാര്യ കണ്ട കാഴ്ച ഗൗരവ് ബാത്റൂമിൽ വീണു കിടക്കുന്നതാണ്. ഗൗരവ് തിവാരിയുടെ മരണം അപ്പോഴേക്കും നടന്നു കഴിഞ്ഞിരുന്നു. ഗൗരവ് തിവാരിയുടെ മരണത്തിന് ഒരു ദിവസം മുൻപ് ഡൽഹിയിലെ ജനകപുരിയിലെ ഒരു പ്രേതബാധയുള്ള വീട് അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ആ വിസിറ്റിന് കാരണം ആദ്യം തന്നെ അദ്ദേഹത്തെ തേടി ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ എത്തിയിരുന്നു. കോൾ എടുത്ത ഗൗരവിനോട് അങ്ങേത്തലക്കിലുള്ളയാൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഡൽഹിയിലെ ജനകപുരിയിലെ തന്റെ വീട്ടിൽ പല രീതിയിലുള്ള അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നു. അതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത സംഭവങ്ങൾ. ആ വീട്ടിൽ എന്തോ ഒരു പൈശാചിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്. ആ സമയത്ത് ഗൗരവ് തിവാരിയുടെ ആരോഗ്യസ്ഥിതി അത്ര നന്നല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല. എന്നാൽ എൻ്റെ ടീം തീർച്ചയായും അവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്നാൽ ആ മനുഷ്യൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു, സർ പ്ലീസ്, താങ്കൾ തന്നെ വരണം. എൻ്റെ വീട്ടിൽ ഏതോ ആത്മാവിൻ്റെ ശല്യമുണ്ട് എന്നത് സത്യമാണ്. അതുപോലെ തന്നെ എൻ്റെ മകളുടെ പെരുമാറ്റവും വളരെ ഭയാനകമാണ്. മനുഷ്യന് അസാധ്യമായ രീതിയിൽ അലറിക്കൊണ്ടിരിക്കുകയാണവൾ. അവളുടെ വിചിത്രമായ പെരുമാറ്റ രീതികൾ ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവളെ രക്ഷപ്പെടുത്താൻ താങ്കൾക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല സാർ. ഇത് കേട്ട ഗൗരവിന് തോന്നി ഒരു തവണ അവിടം സന്ദർശിക്കണം. ആ പെൺകുട്ടിയെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. 2016 ജൂലൈ 6 അന്നേ ദിവസം വൈകുന്നേരം ഗൗരവ് തിവാരി തന്റെ മുഴുവൻ ടീമിനോടൊപ്പം ജനകപുരിയിലെ ആ വീട് സന്ദർശിക്കുവാനായി പുറപ്പെട്ടു. കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഗൗരവ് വളരെ അസ്വസ്ഥനായിരുന്നു, സുഖമില്ലാത്തതുപോലെ. കൂടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു, സർ താങ്കൾക്ക് സുഖമില്ലേ? സുഖമില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ തനിയെ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഗൗരവ് പറഞ്ഞു, ഹേയ് വേണ്ട. കുറച്ച് ദിവസമായി തനിയെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായ നെഗറ്റീവ് ഫീൽ തോന്നുന്നു. എന്തോ ഒന്ന് എന്നെ പിന്തുടരുന്നത് പോലെ. അതെൻ്റെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നു. എൻ്റെ അതിരുകടന്ന ചിന്തകളാണോ ഇതിനൊക്കെയും കാരണം എന്നറിയില്ല. ഇത് പറയുമ്പോഴും ഗൗരവിന് അറിയാമായിരുന്നു ഉള്ളിൽ താൻ എത്രമാത്രം നിരാശനാണെന്ന്, ആശയറ്റവനാണെന്ന്. എന്നാൽ അത് തുറന്നു പറഞ്ഞാൽ തൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ മാനസിക ധൈര്യം കൂടി ചോർന്നു പോകുമെന്ന് അദ്ദേഹം ഭയന്നു. കുറച്ചു സമയത്തിനകം അവർ ജനകപുരിയിലെ ആ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് എല്ലാവർക്കും തോന്നി. അടുത്തുള്ള വീട്ടുകാരെല്ലാം വീടിന് പുറത്ത് ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നെങ്കിലും ആ വീടിന് മുന്നിലേക്ക് ചെല്ലാൻ ആരും ധൈര്യം കാണിച്ചില്ല. വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയ ഗൗരവിന്റെ ചെവിയിലേക്ക് ഒരു പെൺകുട്ടിയുടെ അതിഭയാനകമായ അലർച്ചയുടെ ശബ്ദം വന്നു വീണു. കൂടെ എന്തൊക്കെയോ തല്ലി തകർക്കുന്ന ശബ്ദവും. അതൊന്നും നോർമലായി തോന്നിയില്ല. ഗൗരവും ടീമും ധൈര്യം സംഭരിച്ച് ആ വീടിനുള്ളിലേക്ക് കടന്നു. ഗൗരവിനെ കണ്ട പെൺകുട്ടി പെട്ടെന്ന് നിശബ്ദയായി. ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് വന്നു. അതൊരു വികൃതമായ ചിരിയായിരുന്നു. തൊട്ടടുത്ത നിമിഷം അവൾ മറ്റൊരു മുറിയിലേക്ക് നടന്നുപോയി. ഇതെല്ലാം കണ്ടുനിന്ന പെൺകുട്ടിയുടെ അച്ഛൻ അത്ഭുതത്തോടെ പറഞ്ഞു, എൻ്റെ മകൾ എന്നാണ് അവസാനമായി ചിരിച്ചത് എന്നെനിക്ക് ഓർമ്മയില്ല. അത്ഭുതമായിരിക്കുന്നു. താങ്കളെ കണ്ടയുടൻ അവൾ പരാക്രമം നിർത്തി ചിരിച്ചു. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകളെ രക്ഷിക്കാൻ താങ്കൾക്ക് കഴിയും. ഗൗരവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപാട് കേസുകളിൽ പറയുന്ന സാധാരണ കാര്യമാണ് ആത്മാവിൻ്റെ ശല്യം. ഓരോ ശരീരത്ത് ആത്മാവ് കയറുകയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാവുന്ന ശരീരത്തിൻ്റെ അസാധാരണമായ പെരുമാറ്റവും. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തരം കേസുകൾ അവസാനം ചെന്നെത്തുന്നത് മാനസിക രോഗമാണെന്ന കണ്ടെത്തലിലായിരിക്കും. ഭയത്തേക്കാൾ ഭീകരമാണ് മനുഷ്യന്റെ ചിന്തകൾ.
താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കളുടെ മകൾ ഏതെങ്കിലും ദുരാത്മാവിന്റെ പിടിയിലാണോ? അതോ അവൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? സത്യമായി പറയൂ. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. എൻ്റെ മകളും ഏതൊരു സാധാരണ പെൺകുട്ടിയെയും പോലെയായിരുന്നു. അവൾ കോളേജിൽ പോയിരുന്നു. അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം നോർമലായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം കോളേജിൽ നിന്നും മടങ്ങി വന്ന അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. അവൾ തൻ്റെ മുറിയിൽ പോയി കതകടച്ചു. ആ കതക് അടുത്ത ദിവസവും തുറക്കപ്പെട്ടില്ല. ആഹാരം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ പോലും അവൾ പുറത്തേക്ക് വന്നില്ല. മുറിക്ക് പുറത്തുനിന്ന് തട്ടി വിളിച്ചും അടുത്ത വീട്ടുകാർ ബലമായി കതക് പൊളിച്ച് അകത്തു കടന്നു. അകത്തു കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. വല്ലാത്തൊരു നാറ്റമായിരുന്നു മുറി മുഴുവൻ. കിടക്കയിൽ തന്നെ അവൾ മൂത്രമൊഴിച്ചിരിക്കുന്നു. ശരീരത്തിൽ അവിടെവിടെയായി മുറിവുകൾ. ആളുകളെ കണ്ട് അവൾ പ്രത്യേക ഭാവത്തിൽ അലറിക്കരയാൻ തുടങ്ങി. പിന്നീട് അവൾ ആ മുറി വിട്ടിറങ്ങാൻ കൂട്ടാക്കിയില്ല. ആഹാരം സ്വയമേ ഒരിക്കലും കഴിച്ചിരുന്നില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടി വന്നു. ബെഡിൽ തന്നെ വിസർജനങ്ങൾ നടത്തി. തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടു. നഖം കടിച്ചു മുറിച്ചു. വിരലുകളിലെല്ലാം ചോരപ്പാടായി. പോരാത്തതിന് സ്വന്തം ശരീരത്തിലെ സ്കിന്നും അവൾ കടിച്ചു മുറിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞ് ഒരു രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. നോക്കിയപ്പോൾ എൻ്റെ മകൾ അവളുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി എൻ്റെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ആ കത്തി പിടിച്ചു വാങ്ങി ഞാൻ അവളെ അവളുടെ മുറിയിലാക്കി കതക് പുറത്തുനിന്നും പൂട്ടി. അറിയില്ലല്ലോ ഇനി അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞങ്ങൾ ഒരുപാട് മന്ത്രവാദികളെ കൺസൾട്ട് ചെയ്തു മകളെ പഴയപടിയാക്കാൻ. ഒന്നും ഫലം കണ്ടില്ല. ദിവസം ചെല്ലുന്തോറും അവളെ തന്നെ വല്ലാതെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്നു. തടയാൻ ചെന്നാൽ അതിൻ്റെ അളവ് കൂടും. ഒരു പിതാവിൻ്റെ സഹനത്തിൻ്റെ എല്ലാ സീമയും കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് എൻ്റെ മകൾ ശാന്തയായി ചിരിച്ചു. ഗൗരവിൻ്റെ വരവിന് ശേഷം സംഗതികളെല്ലാം വിശദമായി കേട്ട ശേഷം ഗൗരവ് ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു, ഈ വീടിൻ്റെ എല്ലാ സൈഡുകളിലും ക്യാമറയും EMF മീറ്ററുകളും സ്ഥാപിക്കണം. ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ക്യാമറയിൽ റെക്കോർഡാകണം. ആയിരക്കണക്കിന് കേസുകളിൽ ഇങ്ങനെ ക്യാമറയും EMF മീറ്ററുകളും വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും അപൂർവമായി മാത്രം അതിൽ 1-2 എണ്ണം അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എല്ലാ ക്യാമറകളിലും വിചിത്രമായ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. EMF മീറ്ററുകളിൽ വ്യത്യസ്തമായ റീഡിംഗ് ശബ്ദം കേട്ടു തുടങ്ങി. ആ പെൺകുട്ടിയിൽ ഏതെങ്കിലും ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന തോന്നൽ കാറ്റിൽ പറത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് നടന്നത്. ഗൗരവ് EMF മീറ്റർ പെൺകുട്ടിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും EMF മീറ്റർ ഭയാനകരമായ റീഡിംഗ് നൽകാൻ തുടങ്ങി. ആ പെൺകുട്ടി ഗൗരവിനെ നോക്കി ചോദിച്ചു, ഒടുവിൽ നീ വന്നു അല്ലേ? ആ ചോദ്യം കേട്ട് ഗൗരവ് തെല്ലമ്പരന്നു. ഗൗരവിനെ മുൻപരിചയമുള്ളതുപോലെയായിരുന്നു അവളുടെ ചോദ്യം. ഗൗരവ് പതരാതെ തിരിച്ചു ചോദിച്ചു, നീ ആരാണ്? ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. ശാന്തമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അവൾ പുഞ്ചിരിച്ചു. കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ഗൗരവ് വീണ്ടും ചോദിച്ചു, ആരാണ് നീ? അവൾ ഗൗരവിനടുത്തെത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരും നിന്നെ അറിയും. നീ ഞങ്ങളെയും ഇത്തവണ നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുമോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരവിന് തോന്നി ഈ വാക്കുകൾ ആ പെൺകുട്ടിയുടെ മുഖത്തു നിന്നല്ല വന്നത്, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണെന്ന്. ഗൗരവിന് പലവട്ടം തോന്നി പിന്നിലേക്ക് തിരിഞ്ഞ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയാലോന്ന്. എന്നാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ സമയം ഗൗരവിന്റെ സഹപ്രവർത്തകരിലൊരാൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ വിചിത്രമായൊരു കാഴ്ച കണ്ടു. 2 ഭിത്തികൾക്കിടയിലായി വികൃതമായൊരു മുഖം തങ്ങളെ ഉറ്റുനോക്കുന്നു. ക്യാമറയിലെ എന്തെങ്കിലും പ്രശ്നമാകണം എന്ന് കരുതി മറ്റു ക്യാമറകൾ കൂടി പരിശോധിച്ചപ്പോൾ എല്ലാത്തിലും ഒരേ കാഴ്ച. അതുകണ്ട് ഭയന്ന അവർ ഗൗരവ് നിന്ന റൂമിലേക്ക് ഓടി. അവിടെ ഗൗരവ് ഒരു പ്രതിമയെപ്പോലെ നിൽക്കുകയായിരുന്നു. എന്തോ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അവിടെ കട്ടിൽ ആ പെൺകുട്ടി ഭയപ്പെടുത്തുന്ന ചിരിയുമായി ഇരിപ്പുണ്ടായിരുന്നു. അകത്തേക്ക് പോയ സഹായികളിൽ ഒരാൾക്ക് നേരെ അജ്ഞാതമായ ആക്രമണമുണ്ടായി. അദ്ദേഹം മറ്റു ടീം മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തി. ആ പെൺകുട്ടിക്കുള്ളിൽ ഒരാത്മാവല്ല അനവധി ആത്മാവുണ്ടെന്ന സത്യം ഏവർക്കും ബോധ്യമായി. ഗൗരവ് അപ്പോഴും പ്രതിമ പോലെ നിലകൊള്ളുകയാണ്. ആ സംഭവം അദ്ദേഹത്തെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം പരിസരബോധം വീണ്ടെടുത്തു. ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങി. അതിനുവേണ്ട നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി. പതിവ് പോലെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ച് പോകുമ്പോൾ എല്ലാ തവണയും പറയും പോലെ ഇവിടെയും അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ആത്മാക്കളും പൈശാചിക ശക്തികളും എന്നോടൊപ്പം പോരുക. ഈ സ്ഥലത്തെ നിങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക. ഇത്രയും പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോകും വഴി കാറിലുണ്ടായിരുന്ന ടീം മെമ്പേഴ്സിനോട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വീണ്ടും വീണ്ടും വന്ന ഒരു കോളുകളും എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. വീട്ടിലെത്തിയ അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു, ഞങ്ങൾ മാറി മാറി വിളിച്ചിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്?
അപ്പോൾ സമയം 1:30 അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസമായി എന്തോ അസ്വസ്ഥത തോന്നുന്നു. ഗൗരവിന്റെ ഫാദർ ഇക്കാര്യം വീഡിയോയിലും പറഞ്ഞിരുന്നു. ആ രാത്രി ഗൗരവ് തന്റെ ഭാര്യയോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. എനിക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ് ശക്തികൾ പെരുകുന്നു. ആ ദുഷ്ടശക്തികൾ എന്നെ അവരിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അവറ്റകൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയത് രാത്രി വളരെ വൈകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജോലിയുടെ സ്വഭാവം വെച്ച് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും. അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റേതെങ്കിലും ജോലിക്ക് ശ്രമിക്കൂ. ഈ ജോലി അങ്ങയെ മാനസികമായി വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് 2016 ജൂലൈ 7 ഗൗരവ് തിവാരി ഈ ലോകം വിട്ടുപോയി. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ അതൊരു ആത്മഹത്യ എന്ന് എഴുതപ്പെട്ടെങ്കിലും മനുഷ്യ മനസ്സിൽ ആ മരണം ഇന്നും ദുരൂഹമാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കണ്ട ആ കറുത്ത പാടും. വസ്തുതകൾ എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. റെസ്റ്റ് ഇൻ പീസ് ഗൗരവ് തിവാരി സർ. പ്രിയ കൂട്ടുകാരെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും തരണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോകൾ ആദ്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമുള്ള ആ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്നമർത്തിയേക്കണേ. ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിട.